ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +1 അക്കൗണ്ടിംഗ് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ വരാൻ വേണ്ടി പോവുകയാണല്ലോ. പാർട്ട് 1-ൽ നമ്മൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചു. നമുക്കറിയാം, നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന അധ്യായവും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഞ്ചാമത്തെ അധ്യായം 5th ചാപ്റ്റർ BRS അഥവാ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈ 2 അധ്യായമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ നാലാമത്തെ ചാപ്റ്റർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ, അഞ്ചാമത്തേതാണ് BRS, നാലാമത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ജേണലിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് 8 വിഭാഗമാണുള്ളത്. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ജേണൽ പ്രോപ്പർ. ഇങ്ങനെ 8 വിഭാഗമാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. അതിൽ ഒന്നാമത്തെ വിഭാഗം ക്യാഷ് ബുക്ക്. ഈ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് ക്യാഷ് റെസിപ്റ്റും പേയ്മെൻറ്റും അഥവാ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതും പോകുന്നതും രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ക്യാഷ് ഇടപാടുകൾ, ക്യാഷ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എല്ലാ ക്യാഷ് ഇടപാടുകളും ക്യാഷ് ട്രാൻസാക്ഷനുകളാണ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഈ ക്യാഷ് ബുക്കിന് നമുക്ക് വീണ്ടും പ്രധാനമായിട്ട് 3 ആക്കി തരംതിരിക്കുന്നു. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം, ഡബിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം എന്ന് പറയാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് മീൻസ് എ ക്യാഷ് ബുക്ക് വിച്ച് ഹാസ് ഓൺലി 1 എമൗണ്ട് കോളം. ഒരു എമൗണ്ട് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. നമുക്കറിയാം, ഒരു ക്യാഷ് ബുക്കിന് ഡെബിറ്റ് സൈഡിൽ 5 കോളവും ക്രെഡിറ്റ് സൈഡിൽ 5 കോളവും, ടോട്ടൽ 10 കോളംസ് ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ 5, ക്രെഡിറ്റ് സൈഡിൽ 5. ഫസ്റ്റ് കോളം ഡേറ്റ് കോളം, 2 പർട്ടിക്കുലേഴ്സ് അഥവാ റെസിപ്റ്റ് കോളം, LF കോളം, റെസിപ്റ്റ് നമ്പർ RN എന്നറിയും, RN. LF കഴിഞ്ഞാൽ RN റെസിപ്റ്റ് നമ്പർ, പിന്നെ എമൗണ്ട് കോളം. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് അഥവാ പേയ്മെൻറ്റ് സൈഡാണ്, പേയ്മെൻറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ്. LF കോളം, VN വൗച്ചർ നമ്പർ, VN എന്നെഴുതും, വൗച്ചർ നമ്പർ. ദെൻ ലാസ്റ്റ് എമൗണ്ട് കോളം. ഇങ്ങനെ ഡെബിറ്റ് സൈഡിൽ 5 കോളവും ക്രെഡിറ്റ് സൈഡിൽ 5 കോളങ്ങളുമാണ് ക്യാഷ് ബുക്കിന് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ റെസിപ്റ്റുകളും കാണിക്കാനുള്ളതാണ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് എന്തെല്ലാം ക്യാഷ് വരുന്നുണ്ട് നോക്കുക. തന്ന ട്രാൻസാക്ഷനിൽ നിന്ന് ക്യാഷ് വരുന്ന എല്ലാ ഐറ്റംസും ഡെബിറ്റ് സൈഡിലും, ക്യാഷ് പോവുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഫസ്റ്റ് ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ആ ബിസിനസ്സിലേക്ക് വരികയാണ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കും ടു ക്യാപിറ്റൽ എന്നെഴുതും. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ക്യാഷ് പോവുകയാണ്, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസ് എന്നെഴുതും. വിൽക്കുമ്പോൾ ക്യാഷ് വരികയാണ്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് എന്നെഴുതും.
ശമ്പളം കൊടുക്കുകയാണെങ്കിലോ ക്യാഷ് പോവുകയാണ്, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുകയാണ്, അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് പോവുകയാണ്, ക്രെഡിറ്റ് സൈഡിൽ. മെഷീനറി വാങ്ങുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. അങ്ങനെ ക്യാഷ് വരുന്നതൊക്കെ ഡെബിറ്റ് സൈഡിലും ക്യാഷ് പോകുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതും. എന്നിട്ട് ഏത് ഭാഗമാണോ കൂടുതൽ ആ ഭാഗം ടോട്ടൽ ചെയ്യും. എന്നിട്ട് മറുഭാഗത്തേക്ക് എഴുതിയിട്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് CD എന്ന് എഴുതും. സാധാരണ ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും, വരവ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യും, ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതും, അവിടെ നമുക്ക് ബാലൻസ് CD കിട്ടും. ഇങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ ഒരു ചെറിയ ഫോർമാറ്റാണ് നമുക്ക് ബോർഡിൽ കാണുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡേറ്റ്, റെസിപ്റ്റ്, LF, RN, റുപ്പീസ്, എമൗണ്ട് കോളം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, VN, എമൗണ്ട് കോളം, റുപ്പീസ് കോളം. അത് നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ഇവിടെ എഴുതും, ടു ക്യാപിറ്റൽ എന്ന് എഴുതും, ടു ക്യാപിറ്റൽ. എന്നിട്ട് എമൗണ്ട് കോളത്തിൽ 2 ലക്ഷം 2 ലക്ഷം. സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ഭാഗത്ത് പർച്ചേസ് എന്ന് എഴുതും, പർച്ചേസ് 25,000. വിൽക്കുകയാണെങ്കിൽ സെയിൽസ് 50,000. സാലറി കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് സാലറി 3,000, റെൻറ്റ് 2,000. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഈ ഭാഗത്ത് എഴുതുക, കിട്ടുന്നതൊക്കെ ഈ ഭാഗത്ത് എഴുതും. അപ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ 2,50,000, 2,50,000 ടോട്ടൽ ചെയ്യുക. മറുഭാഗത്തേക്ക് എഴുതുക 2,50,000. അതിൽ നിന്ന് 25, 28, 30,000 കുറയ്ക്കുക, ബാക്കി 2,20,000. നമ്മുടെ ബാലൻസ് CD. നമ്മുടെ കയ്യിൽ ഇത്രയും പൈസ വന്നു, 2,50,000 വന്നു. അതിൽ നിന്ന് നമ്മൾ 2,30,000 ചിലവാക്കി, ബാക്കി 2,20,000 ഇനി ബാലൻസ് ഉണ്ടെന്ന് പറയാം. ഇങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ക്യാഷ് ബുക്ക്. രണ്ടാമത്തത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ഡബിൾ കോളം മീൻസ് എ ക്യാഷ് ബുക്ക് വിച്ച് ഹാസ് 2 എമൗണ്ട് കോളംസ്. 2 എമൗണ്ട് കോളം ഉള്ള ക്യാഷ് ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. ഒരു ക്യാഷ് ബുക്കിന് 2 എമൗണ്ട് കോളങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നു. അപ്പോൾ എന്തിനാ 2 എമൗണ്ട് കോളം? നമുക്കറിയാം ബിസിനസ്സിൽ ചെക്ക് മുഖേന ഇടപാടുണ്ടാവും. അപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങി ക്യാഷിന് പകരം ചെക്കാണ് കൊടുത്തത്. അതുപോലെ ഒരു കമ്പനി, ഒരു കടക്കാരൻ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 75,000 രൂപേൻ്റെ സാധനം കൊണ്ടുപോകുന്നു. നമുക്ക് ക്യാഷിന് പകരം അദ്ദേഹം ചെക്ക് തരുന്നു. ബാങ്ക് ഇടപാടാണെങ്കിൽ അത് ബാങ്ക് കോളത്തിലും, ക്യാഷ് ഇടപാടെങ്കിൽ ക്യാഷ് കോളത്തിലും. അപ്പോൾ 2 എമൗണ്ട്, ഒന്ന് ക്യാഷ്, ഒന്ന് ബാങ്ക്. ഒന്ന് ക്യാഷ് കോളം, ഒന്ന് ബാങ്ക് കോളം. ക്യാഷ് ഇടപാടുകൾ ക്യാഷ് കോളത്തിലും, ചെക്ക് മുഖേനയുള്ള ബാങ്ക് ഇടപാടുകളാണെങ്കിൽ അത് നമ്മൾ ബാങ്ക് കോളത്തിലും കാണിക്കുന്നു. ഇങ്ങനെ 2 എമൗണ്ട് കോളം ഉള്ള ക്യാഷ് ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ നമുക്ക് സിംഗിൾ കോളത്തിന് 10 കോളംസ് ആണ് ഉള്ളത് എങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന് 12 കോളം ഉണ്ടാവും. ഡെബിറ്റ് സൈഡിൽ 6 എണ്ണം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, റെസിപ്റ്റ് നമ്പർ, ക്യാഷ് കോളം, ബാങ്ക് കോളം. അതുപോലെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, VN, ക്യാഷ് കോളം ആൻഡ് ബാങ്ക് കോളം. 6 എണ്ണം ഡെബിറ്റ് സൈഡിലും 6 എണ്ണം ക്രെഡിറ്റ് സൈഡിലും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, രേഖപ്പെടുത്തൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പോലെ തന്നെ ക്യാപിറ്റൽ എഴുതുന്നത് പോലെ റെസിപ്റ്റൊക്കെ റെസിപ്റ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും, പേയ്മെൻറ്റ് എല്ലാം പൈസ പോകുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. അവിടെ മാറ്റങ്ങളില്ല, സാധാരണ പോലെ നമ്മൾ എഴുതുന്നു. ചെക്കാണെങ്കിൽ ബാങ്ക് കോളത്തിൽ, ക്യാഷ് ആണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കോളത്തിൽ കാണിക്കും. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്കാണെങ്കിൽ ബാങ്ക് കോളത്തിൽ കാണിക്കണം. ഇതുപോലെ ഫർണിച്ചർ വാങ്ങി, പർച്ചേസ്ഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ, ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കും. അത് ഒന്നും പറഞ്ഞാൽ ക്യാഷ് കോളത്തിൽ കാണിക്കുക, ചെക്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് കോളത്തിൽ കാണിക്കുക. പക്ഷെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. എന്താണത്? കോൺട്രാ എൻട്രി എന്ന് പറയും. കോൺട്രാ എൻട്രി എന്നാൽ ഇപ്പോൾ നമുക്കറിയാം സാധാരണ മെഷീനറി വാങ്ങുമ്പോൾ 2 ഘടകങ്ങൾ, ഒന്ന് ക്യാഷും ഒന്ന് മെഷീനറിയാണ്. ക്യാഷ് പോകുന്നു, മെഷീനറി വരുന്നു.
നമ്മൾ മെഷീനറിയെ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. സാധനങ്ങൾ വിൽക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഒന്ന് ക്യാഷും ഒന്ന് വേറെ ഏതെങ്കിലും ഒരു ഘടകങ്ങളായിരിക്കും. എന്നാൽ രണ്ട് സമയങ്ങളിൽ ഡെബിറ്റും ക്രെഡിറ്റും ക്യാഷും ബാങ്കും ആയി വരുന്ന എൻട്രികളുണ്ട്. അതിനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെയ്ഡ് ടു ബാങ്ക്, ക്യാഷ് പെയ്ഡ് ടു ബാങ്ക്, ബാങ്കിലേക്ക് പൈസ കൊടുത്തു. ഇവിടെ രണ്ട് ഘടകങ്ങൾ, ഒന്ന് ക്യാഷും ഒന്ന് ബാങ്കുമാണ്. ബാങ്കിലേക്ക് പൈസ പോകും, ബാങ്ക് സ്വീകരിക്കും, ഡെബിറ്റ് ചെയ്യും, ക്യാഷ് പോവുകയാണ്. ആ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതും. അങ്ങനെ കോൺട്രാ എൻട്രി വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കാണിക്കണം, ഡെബിറ്റ് സൈഡിലും കാണിക്കണം, ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഇതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. സിംഗിൾ കോളത്തിൽ നിന്നുള്ള മാറ്റം അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളത്തെ പറഞ്ഞ പോലെ ബാങ്കിലേക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്ന് എഴുതിയിട്ട് അത് ക്യാഷ്, ഇവിടെ ക്യാഷ് കോൾ ഉണ്ടാവും, അപ്പോൾ ബാങ്ക് കോൾ ഉണ്ട്, രണ്ട് കോൾ ഉണ്ടാവുമല്ലോ, ക്യാഷും ബാങ്കും ഉണ്ടാവും. ബാങ്ക് എഴുതുമ്പോൾ ക്യാഷ് കോളത്ത് കാണിക്കുക, അപ്പോൾ 50,000. അപ്പോൾ ഇതേ ഭാഗത്ത് തന്നെ അതേ ഡേറ്റിന് ഇപ്പുറത്ത് ക്യാഷ് എന്ന് എഴുതിയിട്ട് അത് ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്, 50,000. ഈ ഒരു പ്രത്യേകതയുണ്ട്, രണ്ട് ഭാഗത്തും കാണിക്കണം. കോൺട്രാ എൻട്രി ആണെങ്കിൽ അത് രണ്ട് സമയത്താണ് ഉണ്ടാവുക. ഒന്ന് ബാങ്കിലേക്ക് പൈസ നിക്ഷേപിക്കുമ്പോഴും ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോഴും. ക്യാഷും ബാങ്കും രണ്ട് ഘടകങ്ങൾ വരുമ്പോൾ കോൺട്രാ എൻട്രി ഉണ്ടാകുന്നു. അത് രണ്ട് ഭാഗത്തും കാണിക്കുക. ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. മൂന്നാമത്തെ ക്യാഷ് ബുക്ക് പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി മീൻസ് സ്മോൾ, ചെറിയ ക്യാഷ് ബുക്ക്. വലിയ ബിസിനസ് ആണെങ്കിൽ, വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഈ ചെറിയ ട്രാൻസാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. 5 രൂപ, 10 രൂപ, 50 രൂപ ചെറിയ ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല. വലിയ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു മാനേജർ ഉണ്ടാവും. ആ മാനേജറുടെ കീഴിൽ മറ്റൊരു ആളെ നിയമിച്ചു കൊണ്ട് അദ്ദേഹത്തോട് ചെറിയ ഇടപാട് നടത്താൻ വേണ്ടി ചെറിയ ട്രാൻസാക്ഷൻ അയാൾ നടത്തും. 5, 10 രൂപ, 50 രൂപ ഒക്കെ ചെറിയ ഇടപാടുകൾ അദ്ദേഹം നടത്തുന്നു. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും? ഒരു 1000, 2000, 5000 രൂപ കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചിലവഴിക്കും. ഒരു മാസം കഴിയുമ്പോൾ റിപ്പോർട്ട് ഈ മേലുദ്യോഗസ്ഥന് കൈമാറും. ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്നത്. ആ പെറ്റി ക്യാഷ് ബുക്കിന് ആദ്യം 5 കോളം, അഥവാ എമൗണ്ട് റിസീവ്ഡ് കോളം, ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LF കോളം, എമൗണ്ട് കോളം. നമ്മൾ പറയാം, എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LF കോളം, എമൗണ്ട് കോളം. ഈ 5 കോളം കഴിഞ്ഞാൽ പിന്നെ ഓരോ ഐറ്റംസിന് ഓരോ കോളം കൊടുക്കും. പോസ്റ്റേജ് അത് വേറെ കള്ളി, അതുപോലെ സാധനങ്ങൾ ഈ റിപ്പയർ ചാർജ് കൊടുക്കുമ്പോൾ മറ്റൊരു കോളം, സ്റ്റേഷനറി വാങ്ങുമ്പോൾ സ്റ്റേഷനറി കോളം. ഇങ്ങനെ ഓരോ ഐറ്റംസ് നോക്കിയിട്ട്, ഇപ്പോൾ സ്റ്റേഷനറിക്ക് 50 രൂപ കൊടുത്താൽ സ്റ്റേഷനറി കാണിക്കും. അങ്ങനെ ഓരോ ഐറ്റംസ് കോളം. അപ്പോൾ 5ഉം പിന്നെ ഈ ഐറ്റംസ് കോളം വരും. അത് 8, 9, 10 എത്രയും വരാം നമ്മൾ ഐറ്റംസിനനുസരിച്ച്. പിന്നെ അപ്പോൾ 5 കോളം നിർബന്ധമാണ്. ആദ്യത്തെ ഡേറ്റ്, എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്. പിന്നെ ഓരോ ഐറ്റംസ് നോക്കിയിട്ട് ചെയ്യുന്നു. ഇതെല്ലാവർക്കും എളുപ്പമുള്ള പ്രോബ്ലം ആയതുകൊണ്ട് ചെയ്ത് കാണിക്കുന്നില്ല. വളരെ ഈസിയാണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്യാഷ് ബുക്കിൽ നിന്ന് സാധാരണ ഒരു പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒന്ന് സിംഗിൾ കോളോ ഡബിൾ കോളോ അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് സാധാരണ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ 3 വിഭാഗമാണ് ക്യാഷ് ബുക്ക്. ദെൻ രണ്ടാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ബുക്കാണ്. ക്യാഷ് ബുക്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ബുക്കാണ്. പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ടു റെക്കോർഡ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ്. സാധനങ്ങൾ കടമായിട്ട് വാങ്ങുമ്പോൾ രേഖപ്പെടുത്താനുള്ള ബുക്കാണ് പർച്ചേസ് ബുക്ക്. ക്യാഷിന് വാങ്ങുമ്പോൾ അതോടെ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. സാധനങ്ങളൊക്കെ കടമായിട്ട്, അസറ്റോ ഫർണിച്ചറോ മെഷീനറിയോ അല്ലെങ്കിൽ ഗുഡ്സോ സാധനങ്ങളൊക്കെ കടമായിട്ട് വാങ്ങുന്നതെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ബുക്കാണ് പർച്ചേസ് ബുക്ക്. അപ്പോൾ അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ വരില്ല. ക്യാഷ് ട്രാൻസാക്ഷൻ ഫുൾ എവിടെ വരും? ക്യാഷ് ബുക്കിലാണ് വരിക. കടമായിട്ട് വാങ്ങുമ്പോഴാണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. ഈ പർച്ചേസ് ബുക്കിന് 5 കോളംസാണ് ഉള്ളത്. ഒന്ന് ഡേറ്റ് കോളം,
2 നെയിം ഓഫ് കസ്റ്റമർ, ഏത് കമ്പനിയിൽ നിന്ന് ഏത് സ്ഥാപനത്തിൽ നമ്മൾ വാങ്ങുന്നത് ആ കടൻ്റെ പേരും സാധനം എഴുതാനുള്ളതാണ് നെയിം ഓഫ് കസ്റ്റമർ. LF കോളം, പിന്നെ നമ്പർ, ഇൻവോയ്സ് നമ്പർ, എമൗണ്ട് കോളം. ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ, LF കോളം, ഇൻവോയ്സ് നമ്പർ, എമൗണ്ട് കോളം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ 1-ാം തീയതി SM സ്റ്റോറിൽ നിന്ന് 10 കിലോ പഞ്ചസാരയും 5 കിലോ ചായപ്പൊടിയും വാങ്ങുന്നു. ഇതെങ്ങനെ രേഖപ്പെടുത്തുന്നത് പറയുന്നത് വളരെ എളുപ്പമാണ്. 1-ാം തീയതി SM സ്റ്റോറിൽ നിന്ന് 10 കിലോ പഞ്ചസാര 5 കിലോ ചായപ്പൊടിയും വാങ്ങി. അത് എങ്ങനെ രേഖപ്പെടുത്തും? അത് നമ്മൾ ഡേറ്റ് കോളത്തിൽ 1-ാം തീയതി എന്ന് എഴുതും. എന്നിട്ട് നെയിം ഓഫ് കസ്റ്റമർ, 2-ാമത്തെ കോളം നെയിം ഓഫ് കസ്റ്റമറാണ്. കസ്റ്റമറിൻ്റെ നെയിം ഓഫ് സപ്ലയർ, കസ്റ്റമർ അല്ല സപ്ലയർ, ഏത് കടയിൽ നിന്ന് വാങ്ങുന്നു സപ്ലയർ എന്ന് പറയും, നെയിം ഓഫ് സപ്ലയർ. അപ്പോൾ നമ്മൾ SM സ്റ്റോറിൽ നിന്ന് വാങ്ങി, അപ്പോൾ SM സ്റ്റോർ എന്ന് എഴുതുക. എന്നിട്ട് 10 കിലോ ഷുഗർ എന്ന് എഴുതും, 10 kg ഷുഗർ. 1 കിലോഗ്രാം 30 ആണെങ്കിൽ 10 × 30 3000, 300. 10 × 30 300. പിന്നെ നമ്മൾ 5 കിലോ ചായപ്പൊടി 1 കിലോഗ്രാമിന് 100 രൂപയാണ്. അപ്പോൾ 5 × 100 500. അപ്പം ടോട്ടൽ 800 രൂപ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ഇങ്ങനെയാണ് പർച്ചേസ് ബുക്ക് തയ്യാറാക്കേണ്ടത്. അതിൽ ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ലെസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടാണ് എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. ചിലപ്പോൾ 2% 3% ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ ഇപ്പോൾ 300ഉം 500ഉം 800ൻ്റെ 5% ആണ് ഡിസ്കൗണ്ട് എങ്കിൽ 5% കണ്ടിട്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് എന്ത് ചെയ്യുക, എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ഇങ്ങനെയാണ് പർച്ചേസ് ബുക്ക് തയ്യാറാക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാലും. സെയിൽസ് ബുക്കിന് 5 കോളംസ്, ഡേറ്റ് കോളം, നെയിം ഓഫ് കസ്റ്റമർ, വാങ്ങിയ ആളുടെ പേര്, പിന്നെ LF കോളം, ഇൻവോയ്സ് നമ്പർ, എമൗണ്ട് കോളം. ഇവിടെ നമ്മൾ 1-ാം തീയതി ആയിരുന്നു, ആർക്കാണ് വിൽക്കുന്ന ക്വസ്റ്റ്യനിൽ പറയും, ആ ആളെ പേര് എഴുതുക, സാധനങ്ങൾ എഴുതുക, അതിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കുക, ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് കാണിക്കുക. ഇങ്ങനെയാണ് സെയിൽസ് ബുക്ക്. ഇതുപോലെ തന്നെയാണ് പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും. പിന്നെ വേറൊന്ന്, ഇത്രയും ആണ് നമുക്ക് അതിൽ പരീക്ഷയ്ക്ക് സാധാരണ പർച്ചേസ് ബുക്കോ അല്ലെങ്കിൽ സെയിൽസ് ബുക്കോ ആണ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം. അതുകൊണ്ട് അത് രണ്ടും അതിൽ പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ 3 ഐറ്റം ക്യാഷ് ബുക്കുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാൻ ഉള്ളത്. ഇനി ചാപ്റ്റർ 5 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, BRS, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം എന്നാണ്, അഥവാ നന്നാക്കുക. ഇപ്പോൾ 2 ആൾ തെറ്റി നിൽക്കുകയാണെങ്കിൽ ആ 2 പേരെയും നന്നാക്കുന്നതിനെ റീകൺസീൽ അഥവാ അനുരഞ്ജിപ്പിക്കുക എന്ന് പറയും, നന്നാക്കുക. സാധാരണ ബിസിനസ്സിൽ ക്യാഷ് ബുക്കും പാസ്ബുക്കും ഉണ്ടാവും. ക്യാഷ് ബുക്കുണ്ട്, പാസ്ബുക്കുണ്ട്. ഒരു ബിസിനസ്മാൻ രണ്ടും കൈകാര്യം ചെയ്യുന്നു, ക്യാഷ് ബുക്കും പാസ്ബുക്കും കൈകാര്യം ചെയ്യും. അതിൽ ക്യാഷ് ബുക്കിൽ ബിസിനസ്മാൻ രേഖപ്പെടുത്തുന്നു, എന്നാൽ പാസ്ബുക്കിൽ ബാങ്കർ രേഖപ്പെടുത്തുന്നു. ബാങ്കിൻ്റെതാണ് പാസ്ബുക്ക്, ബാങ്കിൽ പൈസ നിക്ഷേപം, ബാങ്ക് ഇടപാടുകൾക്കാണ് പാസ്ബുക്ക് ഉള്ളത്. ആ പാസ്ബുക്കിൽ ബാങ്കറാണ് റെക്കോർഡ് ചെയ്യുക, എന്നാൽ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നവരാണ് ബിസിനസ്മാനാണ്. അത് ശരിക്കും മനസ്സിലാക്കിക്കുക. ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആരാണ് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നത്? ബാങ്കർ. എന്നാൽ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ബിസിനസ്മാൻ. അപ്പോൾ ചില സമയങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ചില ഡിഫറൻസ് ഉണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങൾ കണ്ടെത്തിക്കൊണ്ട്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വ്യത്യാസം ഉണ്ടായെന്ന് കണ്ടെത്തിക്കൊണ്ട്
ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കപ്പെടുന്നു. അതിനെയാണ് ബാങ്ക് റീകൺസീലിയൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ബാങ്ക് റീകൺസീൽമെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസീൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിക്കൊണ്ട് അത് നന്നാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് BRS അഥവാ ബാങ്ക് റീകൺസീലിയൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബിസിനസ്മാൻ രേഖപ്പെടുത്തുന്നു, പാസ്ബുക്കിൽ ബാങ്കർ രേഖപ്പെടുത്തും. ഇനി പ്രധാനമായിട്ട് ഒരു 7 കാരണങ്ങളാണ് ഈ ഡിഫറൻസിന് കാരണം. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ പ്രധാനമായിട്ട് 7 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു. നമ്മൾ ബിസിനസ്മാനാണ്, നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുന്നു. ഒരു 10,000 രൂപേൻ്റെ ചെക്ക് കൊടുത്തു. പക്ഷേ അദ്ദേഹം ബാങ്കിൽ അത് ഇപ്പോഴും ഹാജരാക്കില്ല, പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ 10,000 രൂപ കുറഞ്ഞതായിട്ട് രേഖപ്പെടുത്തും. കാരണം ഈ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന നമ്മളാണല്ലോ, ബിസിനസ്മാനാണ് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരാൾക്ക് ചെക്ക് കൊടുക്കുമ്പോൾ ക്യാഷ് കൊടുത്തതുപോലെ 10,000 രൂപ കുറഞ്ഞതായിട്ട് നമ്മൾ കൊടുത്തതായിട്ട് രേഖപ്പെടുത്തും. പക്ഷേ പാസ്ബുക്കിൽ അത് എന്നാണ് കുറയുക? അദ്ദേഹം ആ ചെക്കുമായിട്ട് ബാങ്കിൽ എന്നാണോ ഹാജരാകുന്നത്, പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്, അന്ന് മാത്രമേ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ ബാങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക, കുറക്കുള്ളൂ. അതുവരെ ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? ഒന്നാമത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ബിസിനസ്മാൻ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, ഇഷ്യൂ ചെയ്തു, പക്ഷേ അദ്ദേഹം അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ല, ഹാജരാക്കിയില്ല. ഇവിടെ ഹാജരാക്കുന്നത് വരെ ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടുണ്ട്, പാസ്ബുക്കിൽ കുറച്ചിട്ടില്ല. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും, 10,000 രൂപേൻ്റെ ഡിഫറൻസ് കാണും. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് പറയുന്നത്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് നമ്മളെന്ത് ചെയ്തു? നമുക്ക് തന്ന ചെക്ക്, നമ്മുടെ കയ്യിലെ ചെക്ക് ഉണ്ട്, 5,000 രൂപ ചെക്ക് ഉണ്ട്, അവരെ തന്നതാണ്. അത് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ബാങ്കിൽ അത് കളക്റ്റ് ചെയ്തെത്തണം. മറ്റു ബാങ്കിൻ്റെ ചെക്കാണെങ്കിൽ അത് കളക്റ്റ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തണം. അതിന് ദിവസങ്ങൾ പിടിക്കും, അതിന് സമയം പിടിക്കും. അപ്പോൾ അതുവരെ ക്യാഷ് ബുക്കും പാസ്ബുക്കും, കാരണം നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ക്യാഷ് ബുക്കിൽ കൂട്ടി എഴുതും. നമ്മൾ ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെക്ക് കൊടുത്താലും നമ്മൾ 5,000 രൂപ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ 5,000 കൂട്ടി എഴുതി. 50,000 ഉണ്ടായിരുന്നു, അത് 55,000 ആക്കി എഴുതി. പക്ഷെ ബാങ്കിൽ അത് കളക്ട് ചെയ്തതിന് ശേഷമേ 5,000 എത്തുള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ ദിവസത്തേക്ക് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് പറയുന്നത്, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിച്ച് നമ്മൾ 50,000 രൂപ ബാങ്കിലുണ്ട്. ക്യാഷ് ബുക്ക് പ്രകാരം 50,000, പാസ്ബുക്ക് പ്രകാരം 50,000. അപ്പോൾ ഈ 50,000 രൂപക്കുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും ബാങ്കിൽ. 200, 300, 500 ചെറിയ സംഖ്യ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൂട്ടി പോകും ബാങ്കിൽ. അപ്പോൾ 250 ഉണ്ടെങ്കിൽ അവിടെ 50,250 ഇതിണ്ടാവും. പക്ഷെ നമ്മൾ ക്യാഷ് ബുക്കിൽ നമ്മളത് രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ബാങ്കിൽ പോയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇൻട്രസ്റ്റ് കൂടി എന്നുള്ളത്. അപ്പോൾ അതുവരെ നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം 50,000 രൂപയും പാസ്ബുക്കിൽ 50,250 രൂപയുണ്ട്. അപ്പോൾ ചെറിയ ഡിഫറൻസിന് കാരണമാണ് ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ. നാലാമതായിട്ട് പറയുന്നത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് എന്നുള്ളത്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് സർവീസ് ചാർജ് ഈടാക്കും. 10 രൂപ, 25 രൂപ, 50 രൂപ ഒക്കെ നമ്മൾ പൈസ അയക്കാനും പറ്റൊക്കെ ചെയ്യും. ബാങ്ക് ചാർജ് ഈടാക്കും, കുറഞ്ഞ സംഖ്യകൾ. ഈ സമയത്ത് അത് ബാങ്കിൽ കുറച്ച് എഴുതും. 50,000 ഉണ്ടായതിൽ നിന്ന് പിന്നെ 100 രൂപ ചാർജ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ 49,900 രൂപ ഉണ്ടാവുള്ളൂ. 100 രൂപ കുറഞ്ഞു. പക്ഷെ നമ്മൾ കണക്ക് പ്രകാരം നമ്മൾ അക്കൗണ്ട് ക്യാഷ് ബുക്കിൽ അപ്പോഴും 50,000 ആണ്
100 രൂപേൻ്റെ വ്യത്യാസമുണ്ട് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ. ഇത് 4ാമത്തെ കാരണമാണ് ഡിഫറൻസിനുള്ള. 5ാമതായിട്ട് പറയുന്നത് എ കസ്റ്റമർ പെയ്ഡ് ഡയറക്റ്റ്ലി ഇൻ ടു അക്കൗണ്ട്. ഒരു കസ്റ്റമർ എന്ത് ചെയ്യാണ്, നേരിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ അടക്കുന്നു. നമുക്ക് തരാനുള്ള ഏതോ ഒരു രാജ്യം തന്നെ ആ കസ്റ്റമർ നമുക്ക് പൈസ തരാനുണ്ട്. അദ്ദേഹം നമുക്ക് തരുന്നതിന് പകരം നമ്മൾ അക്കൗണ്ടിലേക്ക് നേരിട്ട് ബാങ്കിൽ കൊണ്ടുപോയി അടക്കുന്നു. അപ്പോൾ ബാങ്കിൽ എന്ത് ചെയ്യും, ആ പൈസ നമ്മൾ അക്കൗണ്ടിൽ ഇപ്പോൾ 50,000 ഉണ്ടായിരുന്നത് 10,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 60,000 കാണിക്കും. പക്ഷെ നമ്മളെ ക്യാഷ് ബുക്കിൽ അത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമ്മൾ കൂട്ടി ചെയ്തുള്ളൂ. അപ്പോൾ അതുവരെ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ നേരിട്ട് അടക്കുകയാണെങ്കിൽ അത് പാസ്ബുക്കിൽ കൂടാനും ക്യാഷ് ബുക്കിൽ കുറയാനും കാരണമാണ്. അത് ഒരു ഡിഫറൻസിന് കാരണമാണ്. ഇതാണ് 5ാമത്തത്. 6ാമതായിട്ട് പറയുന്നത് ബാങ്ക് ഡൂയിങ് സർവീസ്. ബാങ്ക് സർവീസ് ചെയ്യും. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇൻഷുറൻസ് ബില്ല്, ടെലിഫോൺ ബില്ല് ആരടക്കും? ബാങ്ക് അടക്കും. ബാങ്കിനെ ഏൽപ്പിച്ചാൽ ബാങ്ക് നമ്മുടെ ഇൻഷുറൻസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നീക്കി വെക്കും, ബാങ്കിൽ നിന്ന് അടക്കും. അതുപോലെ നമ്മുടെ ടെലിഫോൺ ബില്ല്, കറണ്ട് ബില്ലൊക്കെ ബാങ്ക് സർവീസ് ചെയ്യും. ബാങ്ക് ഡൂയിങ് സർവീസ്, ബാങ്ക് സർവീസ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആ സമയമാകുമ്പോൾ, നമ്മുടെ ഇൻഷുറൻസ് അടക്കാനുള്ള സമയമാകുമ്പോൾ 5,000 രൂപ ഇൻഷുറൻസ് അടക്കാനുണ്ടെങ്കിൽ ആ 5,000 രൂപ നമ്മളെ അക്കൗണ്ടിൽ നിന്നാണ് കുറയുന്നു, ബാങ്ക് അടക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടില്ല, ക്യാഷ് ബുക്കിൽ നമ്മൾ പിന്നെയാണ് കുറക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സമയത്തേക്ക് അല്ലെങ്കിൽ ദിവസത്തേക്ക് ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. കാരണം പാസ്ബുക്കിൽ കുറഞ്ഞു, ക്യാഷ് ബുക്കിൽ ഇൻഷുറൻസ് അടക്കുമ്പോൾ കുറയുന്നില്ല. അതുകൊണ്ട് ഡിഫറൻസിന് കാരണമാണ്. ഇതാണ് 6ാമത്തത്. 7ാമതായിട്ട് പറയുന്നത് ചെക്ക് റിട്ടേൺഡ് ഡിസോണേഡ് ആൻഡ് റിട്ടേൺഡ്. ചെക്ക് ഡിസോണർ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോ തന്ന ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ബാങ്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കളക്ഷൻ അയച്ചു. അത് കേടുന്ന വണ്ടി ചെക്കല്ല, നമ്മൾ കള്ളച്ചെക്ക്, ക്യാഷ് ഇല്ലാത്ത ചെക്കാണ്. ആ അക്കൗണ്ടിൽ എന്തോ പ്രശ്നമുണ്ട്, ചെക്ക് മടങ്ങി വരുന്നു. അതിനാണ് ഡിസോണർ എന്ന് പറയാം. ഡിസ്ഹോണർ, ആദരിക്കാതിരിക്കുക. എന്നാൽ ക്യാഷ് ഇല്ല, ആ ചെക്ക് മടങ്ങി വരുന്നു, ഇതിനെ ഡിസോണർ എന്ന് പറയും. അത് റിട്ടേൺ നമുക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൂട്ടി എഴുതി ക്യാഷ് ബുക്കിൽ, അപ്പോൾ പാസ്ബുക്കിൽ എത്തിയിട്ടില്ല, അത് തിരിച്ചു വരുന്നു. നമ്മളെ ക്യാഷ് ബുക്കിൽ കൂടുതലാണ്, അത് ഡിഫറൻസിന് കാരണമാണ്. ഇങ്ങനെ 7 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ഈ തിയറി ഒന്ന് പഠിച്ചു വെക്കുക, ഈ 7 പോയിൻറ്റ്സുകൾ. 1 ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. 2 ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. 3 ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. 4 ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. 5 എ കസ്റ്റമർ പെയ്ഡ് ഡയറക്റ്റ്ലി ഇൻ ടു അക്കൗണ്ട്, നേരിട്ട് അടക്കുന്നു. 6 ബാങ്ക് ഡൂയിങ് സർവീസ്, ബാങ്ക് സർവീസ് ചെയ്യുന്നു. 7 ചെക്ക് ഡിസോണേഡ് ആൻഡ് റിട്ടേൺഡ്, ചെക്ക് ഡിസോണർ ആയിക്കൊണ്ട് മടങ്ങി വരുന്നു. ഈ 7 കാരണങ്ങളിൽ ഏതുണ്ടായാലും ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. അങ്ങനെ ആ ഡിഫറൻസ് കണ്ടെത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ, പരീക്ഷയ്ക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ തിയറി വരും, വാട്ട് ആർ ദ കോസസ് ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം വിവരിക്കുക. അത് നമ്മൾ ഈ 7 പോയിൻറ്റ്സ് ഒന്ന് എഴുതി കൊടുക്കുക. ഇനി പ്രോബ്ലമായിട്ട് വരികയാണെങ്കിൽ 4 5 കാര്യം കൊടുത്തിട്ട് നമ്മോട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയും. BRS തയ്യാറാക്കുകയും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇനി ഉദാഹരണം ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് BRS രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് തരും, അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസ് തരും. ഒന്നുകിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് തരും, അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തരും. ഒരു ബാലൻസ് തരും, എന്നിട്ട് കുറച്ച് ഐറ്റംസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 12,500 ഉണ്ട്.
ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് പ്രകാരം ബാലൻസ് തന്നാൽ ഈ 6 ഐറ്റംസിൽ നിന്ന് 3 ഐറ്റംസ് ആഡ് ചെയ്യാനും 3 ഐറ്റംസ് ലെസ് ചെയ്യാനുണ്ടാവും. മൊത്തം 6 ഐറ്റംസ് ആണെന്ന് വിചാരിക്കുക. 7 നടക്കട്ടെ. ചെക്ക് ഡിസോൺ എന്നുള്ള പോയിന്റ്സ് ഒഴിവാക്കിയാൽ ബാക്കി പ്രധാനപ്പെട്ട 6 പോയിന്റ്സുകൾ. ഈ 6 പോയിന്റ്സിൽ നിന്ന് 3 ആഡ് ചെയ്യാനും 3 ലെസ് ചെയ്യാനും ഉണ്ടാവുക, കുറക്കാനും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 12,500 ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്നുള്ളതാണ്. 4,000 രൂപയാണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, പക്ഷെ അദ്ദേഹം ബാങ്കിൽ ഹാജരാക്കിയിട്ടില്ല. ചെക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ കുറച്ചു. 4,000 രൂപ ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടുണ്ട്, പാസ്ബുക്കിൽ അത് കുറച്ചിട്ടില്ല, 4,000 അധികമാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് 4,000 കമ്മി, പാസ്ബുക്ക് 4,000 കൂടുതൽ. ഈ സമയത്ത് ഈ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യണം? പാസ്ബുക്കിൻ്റെ ഒപ്പം എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അത് നമ്മൾ ഒരു ഉദാഹരണം കാണിക്കാം. നമ്മൾ 2 കൈകൾ വെച്ചാൽ, ഒന്ന് ഈ ഇടത്തെ കൈ ക്യാഷ് ബുക്ക്, ഇത് പാസ്ബുക്കും. ഇത് ക്യാഷ് ബുക്ക്, ഇത് പാസ്ബുക്ക്. രണ്ടും ഒപ്പം ആയിരുന്നു. ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഒപ്പമായിരുന്നു. അപ്പോഴാണ് നമ്മൾ 4,000 രൂപ ഒരാൾക്ക് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ഒരു 4,000 രൂപ നമ്മൾ ഒരാൾക്ക് ഇഷ്യൂ ചെയ്യപ്പെട്ടു, പക്ഷെ ബാങ്കിൽ അത് ഹാജരാക്കിയിട്ടില്ല. അപ്പം എന്ത് സംഭവിക്കും? ഈ ക്യാഷ് ബുക്കിൽ 4,000 കുറഞ്ഞു. ഇനി അത് എന്നാണോ ബാങ്കിൽ ഹാജരാക്കുക അന്നേ പാസ്ബുക്കിൽ കുറയുള്ളൂ. അതുവരെ ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഒപ്പം എത്തിക്കാൻ ചെയ്യണം? ഈ 4,000 ആഡ് ചെയ്യണം, അപ്പോഴേ ഒപ്പെത്തുള്ളൂ. ലെസ് ചെയ്താൽ പിന്നെയും കുറയും. നമുക്ക് ഒപ്പത്തിനെങ്കിൽ ആഡ് ചെയ്യണം. മനസ്സിലായോ? 2 ഒപ്പായിരുന്നു. അതിൽ നമ്മൾ 4,000 രൂപ കൊടുക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ 4,000 കുറഞ്ഞു. അപ്പോൾ ഇതിൽ കൂടുതലാണ്, പാസ്ബുക്കിൽ കൂടുതലാണ്. ഇനി പാസ്ബുക്കിൻ്റെ ഒപ്പം എത്തിക്കാൻ ആഡ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു. ബാങ്കിൽ ഇൻട്രസ്റ്റ് പാസ്ബുക്കിൽ കൂട്ടിയത്. അപ്പോൾ പാസ്ബുക്കിൽ കൂടുതൽ, ക്യാഷ് ബുക്കിൽ കമ്മി. അപ്പോൾ ക്യാഷ് ബുക്ക് പിന്നിലാണ്, ക്യാഷ് ബുക്ക് ഒപ്പം എത്തിക്കാൻ ആഡ് ചെയ്യുക. 3, കസ്റ്റമർ നേരിട്ട് അടച്ചു 3,000 രൂപ. കസ്റ്റമർ നമ്മൾ അക്കൗണ്ടിലേക്ക് നേരിട്ട് അടക്കണം. പെയ്ഡ് ഡയറക്ട്ലി ഇൻ ടു അക്കൗണ്ടിലേക്ക് നേരിട്ട് അടക്കുന്നു. ഈ സമയത്ത് പാസ്ബുക്കിൽ കൂടുതൽ, ക്യാഷ് ബുക്ക് കമ്മി, ഒപ്പം എത്തിക്കാൻ ആഡ് ചെയ്യുക. ഈ 3 പോയിന്റ്സും ആഡ് ചെയ്യും. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് 4,000, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് 250, കസ്റ്റമർ നേരിട്ട് അടച്ചത് 3,000. ഇത് 3 കൂട്ടിയാൽ 7,250 ഇങ്ങോട്ട് എഴുതി. എന്നിട്ട് ഇതും കൂടി കൂട്ടുക. ഈ ക്യാഷ് ബുക്കിലുള്ള പ്രകാരമുള്ള ബാലൻസ് 12,500-ഉം ഈ 3 അഡ്ജസ്റ്റ്മെന്റുകൾ കൂട്ടി 19,750. ഇതിൽ നിന്ന് ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റംസ്, ഒന്ന് ചെക്ക് ഡെപ്പോസിറ്റഡ്. നമ്മളെ അക്കൗണ്ടിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അത് നമ്മൾ ക്യാഷ് ബുക്കിൽ കൂട്ടി എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് കൊടുത്തപ്പോൾ കുറച്ച് എഴുതിയത് പോലെ നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കൂട്ടി എഴുതും, പാസ്ബുക്കിൽ കമ്മിയാണ്. ഒപ്പം എത്തിക്കാൻ ലെസ് ചെയ്യുക. അപ്പോൾ 2,000 ലെസ് ചെയ്യാനുള്ളതാണ്. ഇനി ബാങ്ക് ചാർജ് ഡെബിറ്റഡ് 250. ബാങ്കിൽ 250 രൂപ ചാർജ് എഴുതിയിട്ടുണ്ട്. അപ്പോഴും എന്താണ് സംഭവിക്കുക? പാസ്ബുക്കിൽ കമ്മി, കുറച്ച് എഴുതിയിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ കുറച്ചിട്ടില്ല. ക്യാഷ് ബുക്ക് പാസ്ബുക്കിന്റെ ഒപ്പം എത്തിക്കാൻ ലെസ് ചെയ്യുക. മൂന്നാമത്തത്, ബാങ്ക് പെയ്ഡ് അവർ ഇൻഷുറൻസ് 1000. ബാങ്ക് നമ്മുടെ ഇൻഷുറൻസ് അടച്ചു 1000 രൂപ. അപ്പോൾ പാസ്ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ കൂടുതലാണ്. അപ്പോൾ ക്യാഷ് ബുക്ക് ഒപ്പം എത്തിക്കാൻ ലെസ് ചെയ്യുക. അപ്പോൾ ഈ 3 ആഡ് ചെയ്യാൻ ഇത് ലെസ് ചെയ്യുക. ഇത് കൂട്ടുമ്പോൾ 3,750 അത് ലെസ് ചെയ്താൽ ബാക്കി 16,500 കിട്ടും. 19,750 നിന്ന് ഈ 3 അഡ്ജസ്റ്റ്മെന്റുകൾ 3,750 ലെസ് ചെയ്യുക. ബാക്കി 16,500 രൂപ എന്നാണ് കിട്ടുക. അതെന്ത് ചെയ്യുക? ലെസ് ചെയ്തു. അതിന് നേരെ ബാലൻസ് ആസ് പെർ
പാസ്ബുക്ക് എന്ന് എഴുതും. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 16,500. ഇങ്ങനെയാണ് ഒരു ബാങ്ക് റീകൺസിൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന വിധം. ബാക്കി നിങ്ങൾ ഉദാഹരണം കൂടുതൽ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു.